ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് അഷ്റഫ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആർട്ട് ആൻഡ് അഷ്റഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോട്ടോഷോപ്പിലെ ക്യാൻവാസ് സൈസ്, ഇമേജ് സൈസും ക്യാൻവാസ് സൈസും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണ്? ഇതുപോലെ 2-3 കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വർക്കിൻ്റെ സൈസ് എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാൻവാസ് സൈസ് എത്രയാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർക്കിൻ്റെ റെസൊല്യൂഷൻ എത്രയാണ്, ഈ റെസൊല്യൂഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർക്കിൻ്റെ സൈസ് എങ്ങനെയാണ് കൂട്ടുന്നത്, അല്ലെങ്കിൽ ആ സൈസ് എങ്ങനെയാണ് കുറക്കുന്നത്. ഇപ്പോൾ ഫ്ലക്സ് ഡിസൈൻ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിലോ നമ്മൾ വർക്ക് ചെയ്യുന്നതിന് ഇടയ്ക്ക് അതിൻ്റെ ഒരു സൈസ് കൂട്ടേണ്ടതായിട്ടോ കുറക്കേണ്ടതായിട്ടോ ഒക്കെ വരും. നമ്മുടെ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം ആ ഒരു സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിൻ്റെ ക്യാൻവാസ് സൈസ് കൂട്ടുന്നത്, കുറക്കുന്നത്, അതിൻ്റെ റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ് ഈ ക്യാൻവാസ് സൈസ്, എന്താണ് ഈ ഇമേജ് സൈസ്, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് യാതൊരു കൺഫ്യൂഷൻസും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ പറഞ്ഞ 3 കാര്യങ്ങളും ഒരു വിഷയം തന്നെയാണ്, അതായത് ഇമേജ് സൈസ് അല്ലെങ്കിൽ ക്യാൻവാസ് സൈസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയം ഒട്ടും കൺഫ്യൂഷൻസ് ഇല്ലാതെ വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ഇവിടെ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വർക്കിൻ്റെ ക്യാൻവാസ് സൈസ് എത്രയാണ്, അല്ലെങ്കിൽ ഏത് സൈസിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് Alt Ctrl C എന്ന കീയാണ്. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു വർക്കിൻ്റെ സൈസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 40 സെൻറ്റിമീറ്റർ വിടുത്ത്, അതുപോലെ തന്നെ 22.5 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ഈ ഒരു വർക്കിനുള്ളത്. വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാം. ഇനി ഇങ്ങനെ ഒരു വിൻഡോയിൽ വളരെ വിചിത്രമായ നമ്പറുകളാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒട്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം അതിവിടെ ഇതിൻ്റെ ഫോർമാറ്റ് മാറിക്കിടക്കുന്നതുകൊണ്ടാണ്. ഇതിപ്പോൾ പിക്സലാക്കുകയാണെങ്കിൽ 4724 പിക്സലാണ് ഇതിൻ്റെ വിടുത്ത് എന്ന് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത്. അപ്പോൾ അതൊന്ന് സെൻറ്റിമീറ്ററിലേക്ക് ആക്കി നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇഞ്ചസിലേക്ക് ആക്കി നോക്കിയാൽ മതി. കാരണം പലരും പല രീതിയിലാണ് വർക്ക് ചെയ്യാറുള്ളത്. ചിലർ പിക്സലിൽ ചെയ്യുന്നു, ചിലർ ഇഞ്ചസിൽ ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്ലക്സ് ഡിസൈൻ ആണെങ്കിൽ സാധാരണ അത് ഇഞ്ചസിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് സെൻറ്റിമീറ്ററായി കിടക്കുകയാണെങ്കിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു നമ്പറൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കൃത്യമായിട്ടുള്ള ഇഞ്ചസോ, അല്ലെങ്കിൽ ചിലപ്പോൾ A4 സൈസ് ആയിരിക്കാം, ചിലപ്പോൾ A3 സൈസ് ആയിരിക്കാം. അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു സൈസിലായിരിക്കും സാധാരണ എല്ലാവരും ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. സാധാരണ പ്രിൻറ്റിങ് ആവശ്യങ്ങൾക്കുള്ള വർക്കുകളൊന്നും ഇങ്ങനെ അൺസൈസിലൊന്നും ചെയ്യാറില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു സൈസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരു വർക്കിൻ്റെ ക്യാൻവാസ് സൈസ് എങ്ങനെയാണ് നോക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ ഒരു വർക്ക് ഏത് റെസൊല്യൂഷനിലാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ Alt Ctrl I എന്ന കീ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കാണാം അതിൻ്റെ വിടുത്ത് കാണാം, അതിൻ്റെ ഹൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ 300 റെസൊല്യൂഷനിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാം. അപ്പോൾ അതിന് പുറമെ ഈ ഒരു വർക്കിൻ്റെ ഡയമെൻഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 4724 പിക്സലാണ് ഇതിൻ്റെ വിടുത്ത്, ഇതിൻ്റെ ഹൈറ്റിൻ്റെ പിക്സൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർക്കിൻ്റെ ഇമേജ് സൈസ് ഇവിടെ കാണാം. 35.9 MB ആണ് ഈ ഒരു വർക്ക് ഉള്ളത്. നമ്മളിവിടെ അതിൻ്റെ റെസൊല്യൂഷൻ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വർക്കിൻ്റെ പിക്സൽ സൈസും അതിൻ്റെ സൈസും ഇമേജ് സൈസൊക്കെ കൂടി വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഫോട്ടോഷോപ്പിൽ വർക്കുകളുടെ റെസൊല്യൂഷൻ ഇങ്ങനെയാണ് നോക്കുന്നത്. ഇനി ഇവിടെ മുകളിൽ ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഇമേജ് സൈസ്. ഇതാണ് നമ്മൾ നേരത്തെ ക്ലിക്ക് ചെയ്ത Alt Ctrl I എന്നുള്ളത്. അതുപോലെ തന്നെ ക്യാൻവാസ് സൈസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം, Alt Ctrl C. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ നേരത്തെ ഷോർട്ട് കട്ടിലൂടെ ചെയ്തത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും സെയിം ഓപ്ഷൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി മൂന്നാമതായിട്ട് ഈ ഒരു വർക്കിൻ്റെ സൈസ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലയൻറ്റ് പറയുന്നു ഇതിൻ്റെ വിടുത്ത് മാത്രമായിട്ട് കുറച്ചധികം കൂട്ടണം, അല്ലെങ്കിൽ ഹൈറ്റ് കുറച്ച് കുറക്കണം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ Alt Ctrl C അടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാൻവാസ് സൈസ് ഇവിടെ 40 സെൻറ്റിമീറ്റർ ആണുള്ളത്. നമുക്കിത് 50 സെൻറ്റിമീറ്റർ ആക്കി കൂട്ടാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് കൂട്ടുന്നത് എന്ന് നോക്കാം. നമ്മളിവിടെ ക്രോപ്പ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ഇങ്ങനെ കൂടി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ആ രീതിയിൽ ഒരിക്കലും നമ്മുടെ വർക്കിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം കൃത്യമായിട്ടുള്ളൊരു സൈസിലേക്കായിരിക്കും നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഫ്ലക്സ് ഡിസൈനിങ് ഒക്കെ ആണെങ്കിൽ 5 ഫീറ്റിൻ്റെ ഒരു വർക്കാണെങ്കിൽ അത് 6 ഫീറ്റ് ആക്കാനായിരിക്കും ആവശ്യപ്പെടുക, അല്ലെങ്കിൽ 7 ഫീറ്റോ 8 ഫീറ്റോ അങ്ങനെ ഫീറ്റ് കണക്കിലോ ഇഞ്ച് കണക്കിലോ. ഇനിയിപ്പോൾ ഓഫ് സെറ്റ് പ്രിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഒരു A4 വർക്ക് ആണെങ്കിൽ അതൊരു A3 സൈസിലേക്ക് മാറ്റാൻ അങ്ങനെയൊക്കെ ആയിരിക്കും, കൃത്യമായിട്ടുള്ളൊരു സൈസിലേക്കായിരിക്കും നമുക്ക് മാറ്റേണ്ടതായിട്ട് വരിക.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിൻ്റെ വിടുത്ത് 40 സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടു. നമുക്കിത് 45 സെൻറ്റിമീറ്റർ ആണ് മാറ്റേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ Alt Ctrl C എന്ന കീയാണ് പ്രസ് ചെയ്യുന്നത്. അതായത് ക്യാൻവാസ് സൈസ് ചേഞ്ച് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷനിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്കിവിടെ 40 എന്നുള്ളത് 45 ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ വിടുത്ത് ചേഞ്ച് ആവും. പക്ഷേ നമ്മളിങ്ങനെ ചേഞ്ച് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ആഡ് ആവുന്ന 5 സെൻറ്റിമീറ്റർ എല്ലാ ഭാഗത്തേക്കും കൂടെയാണ് ആഡ് ആവുക. അതായത് വിടുത്ത് മാത്രമായതിനാൽ ഈ ഒരു റൈറ്റ് സൈഡിലും ഈ ഒരു ലെഫ്റ്റ് സൈഡിലും കൂടിയിട്ടാണ് അത് ആഡ് ആവുക. അങ്ങനെ ആഡ് ആകുമ്പോൾ നമുക്കത് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം 2 സൈഡിലെയും ഡിസൈൻ സ്ഥാനം മാറിപ്പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്കിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ റൈറ്റ് സൈഡിലെ അലൈൻമെൻറ്റ് മാത്രം ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ഇവിടെ മാറ്റാം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലെ 3 കോളങ്ങളും ബ്ലാങ്ക് ആവുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ ബ്ലാങ്ക് ആയി കഴിഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് ആ ബ്ലാങ്ക് ആയിട്ടുള്ള ദിശയിലേക്കായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്ന ആ സ്ഥലം പോകുന്നത്. ഇപ്പോൾ ഇവിടെ 40 എന്നുള്ളത് നമ്മൾ 45 ആക്കിയിട്ട് ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത് പോലെ റൈറ്റ് സൈഡിലേക്കായിരിക്കും ആ ഒരു അഡീഷണൽ പ്ലേസ് വരുന്നത്. ഇവിടെ നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കാണാം ഈ ഒരു സ്ഥലമാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. കാരണം ഈ ഒരു ബ്ലാക്ക് ഡിസൈനൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു എഡ്ജിൽ കൊണ്ടുവയ്ക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റൊക്കെ കൃത്യമായിട്ടൊന്ന് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഹൈറ്റാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹൈറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്ത് മാത്രമേ ഹൈറ്റ് ആഡ് ആവുന്നുള്ളൂ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സാഹചര്യം കൂടെ പറയാം. നമ്മൾ ഈ ഒരു വർക്കിൻ്റെ ഹൈറ്റ് ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ ഉള്ളത് 22.5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ ഹൈറ്റ് 15 സെൻറ്റിമീറ്റർ മാത്രമായിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലയൻറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്കിവിടെ ക്യാൻവാസ് സൈസ് ഈ ഓപ്ഷനിൽ 15 സെൻറ്റിമീറ്റർ ആക്കി കുറക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പ്രൊസീഡ് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ കാണാം നമ്മുടെ ടെക്സ്റ്റൊക്കെ ഒരുപാട് പുറത്ത് പോയിട്ടുണ്ട്. വളരെ കുറച്ച് ടെക്സ്റ്റ് മാത്രമാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ഡിസൈനുകളൊക്കെ ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്യാൻവാസിൻ്റെ സൈസ് 40 സെൻറ്റിമീറ്റർ വിടുത്ത് 15 സെൻറ്റിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മുടെ ഒരുപാട് ടെക്സ്റ്റുകളും ഡിസൈനുകളും ഒക്കെ പുറത്ത് പോയിട്ടുണ്ട്. അത് എവിടെയൊക്കെയാണ് കിടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനെ കൃത്യമായിട്ട് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. അത് കൃത്യമായിട്ട് അലൈൻ ചെയ്തിട്ടൊക്കെ നമ്മൾ വെച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ പഴയ രീതിയിലാക്കുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ അളവ് കുറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ Ctrl Alt I എന്ന കീ പ്രസ് ചെയ്യുന്നു. അതായത് ഇമേജ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണിത്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഇമേജ് സൈസ്. അപ്പോൾ ഇവിടെ നമ്മുടെ വർക്കിൻ്റെ സൈസ് എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇമേജ് സൈസും ക്യാൻവാസ് സൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ ഒരു ലോക്ക് ഐക്കൺ കാണാം. ഇത് എനേബിൾ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഇത് എനേബിൾ ആക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ ഹൈറ്റ് കുറച്ചാൽ അതോടൊപ്പം ആനുപാതികമായിട്ട് വിടുത്തും കുറയുന്നു. ഇവിടെ കാണിക്കാം. ഇവിടെ നമ്മൾ 15 സെൻറ്റിമീറ്റർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആനുപാതികമായിട്ട് അതിൻ്റെ വിടുത്തും കുറഞ്ഞിട്ടുണ്ട്. 26.67 ആയിട്ട് മാറിയിട്ടുണ്ട്. അതെന്താണ് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ലോക്ക് ഐക്കൺ എനേബിൾ ആണ്. അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷണൽ ആയിട്ടാണ് അതിൻ്റെ അളവ് കുറയുക. നമ്മുടെ ഡിസൈനോ അതിനകത്തുള്ള ഇമേജുകൾക്കോ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇനി നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു വർക്ക് ടോട്ടലായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള 15 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആയിട്ടുണ്ടെങ്കിലും അതോടൊപ്പം നമ്മുടെ വിടുത്തും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല. നമുക്ക് ഇനി ഇതിൻ്റെ വിടുത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിവിടെ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് ആക്കിയതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിലേക്കാണ് ആഡ് ആക്കുന്നത്. ഇവിടെ നമ്മുടെ ആ ഒരു സൈസ് എത്രയാണ് വേണ്ടത്? ഇപ്പോൾ 40 സെൻറ്റിമീറ്ററാണ് നമുക്ക് വേണ്ടത്. അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡിസൈൻ യാതൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല. നമുക്ക് ഈ ഒരു ഡിസൈൻ എടുത്തിട്ട് ഈ ഒരു എഡ്ജിൽ കൊണ്ടുവെക്കുക. നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ അലൈൻമെൻറ്റിനോ നമ്മുടെ ഇമേജിനോ യാതൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വിടുത്തും ഹൈറ്റും ഒക്കെ കുറക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഇമേജ് സൈസിനെ ആശ്രയിക്കുന്നത്. ഇനി ഇതേ കാര്യം തന്നെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇമേജ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ക്യാൻവാസ് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് വലുപ്പം കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു വർക്കിനകത്തുള്ള ഇമേജുകളോ ടെക്സ്റ്റുകളോ ഒക്കെ നിലവിലുള്ള അതേ സൈസ് തന്നെ ആയിരിക്കും. എന്നാൽ നമ്മൾ ഇമേജ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു വർക്കിനകത്തുള്ള ടെക്സ്റ്റുകളും ഇമേജുകളും എല്ലാം ആ ഒരു ക്യാൻവാസിൻ്റെ സൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചെറുതാവുകയോ വലുതാവുകയോ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ക്യാൻവാസ് സൈസും ഇമേജ് സൈസും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസം.
അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇവിടെ ആൾട്ട് കൺട്രോൾ I പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് സൈസ് കിട്ടുന്നു. ഇമേജ് സൈസിൽ നമ്മളിവിടെ ലോക്ക് ചെയ്തതിന് ശേഷം ഹൈറ്റോ വിടുത്തോ മാറ്റുമ്പോൾ അതിനനുസരിച്ചിട്ട് ഹൈറ്റ് മാറ്റുമ്പോൾ അതിനനുസരിച്ചിട്ട് വിടുത്തും മാറുന്നു, വിടുത്ത് മാറ്റുമ്പോൾ അതിനനുസരിച്ചിട്ട് ആനുപാതികമായ രീതിയിൽ ഹൈറ്റും ചേഞ്ച് ആവുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു ചാനലിൽ വരുന്ന പല വിഷയങ്ങളും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വിഷയങ്ങളായിരിക്കാം. അതൊരു പക്ഷേ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ കഴിയണമെന്നില്ല. കാരണം പല വിഷയങ്ങളും നമുക്ക് തമ്പനിലൊന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി പിടിപ്പിക്കാനൊന്നും പറ്റില്ല. അത് കാരണം വളരെ കൂലങ്കഷമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കും. ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഡിസൈനിങ് മേഖലയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളും സബ്ജക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടെല്ലാം വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് വീഡിയോകൾ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ യൂസ്ഫുൾ ആവുമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് എഴുതാവുന്നതാണ്.